സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന ദിവസങ്ങളാണ് കടന്നു പോകുന്നത്. CPM-ഉം CPM ഒക്കെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് ഇന്നലെയാണ്. കോൺഗ്രസ് ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. അടുത്തത് ഇന്നോ നാളെയോ ഉണ്ടാകും. മുസ്ലിം ലീഗിലെ സ്ഥാനാർത്ഥികൾ പട്ടികയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. പതിവില്ലാത്ത ചിലത് ആ പട്ടികയിലുമുണ്ട്. ആ പട്ടിക വന്നതിന് ശേഷവും ലീഗിൽ സംഭവിക്കുന്നുണ്ട്. ഒന്ന്, 2 വനിതാ സ്ഥാനാർത്ഥികൾ മുസ്ലിം ലീഗിൻ്റെ പട്ടികയിൽ വന്നു എന്നുള്ള പ്രത്യേകതയാണ്. രണ്ടാമത്തേത്, ഈ പട്ടിക വന്നതിന് ശേഷം പരസ്യമായി ആ പട്ടികയ്ക്കെതിരെ ലീഗിൻ്റെ പല നേതാക്കളും രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതിലൊന്ന് അബ്ദുറഹ്മാൻ രണ്ടത്താണിയാണ്. അദ്ദേഹം താനൂർ MLA ആയിരുന്നു നേരത്തെ. താനൂരിൽ തന്നെ തോറ്റ മുസ്ലിം ലീഗ് നേതാവ് കൂടിയാണ്. അദ്ദേഹം ഇത്തവണ സീറ്റ് കിട്ടുമെന്ന് അതിയായി ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് സീറ്റ് കിട്ടിയില്ല. ഇപ്പോൾ CPM അദ്ദേഹത്തെ തിരൂരങ്ങാടിയിൽ സ്ഥാനാർത്ഥിയാക്കാനുള്ള ശ്രമത്തിലാണ്. അത് തീരുമാനം ഉടൻ വരികയും ചെയ്യും. മറ്റൊന്ന് നൂർബീന റഷീദാണ്. നൂർബീന റഷീദ് ഫാത്തിമ തഹ്ലിയയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ പരസ്യമായി രംഗത്ത് വരികയുണ്ടായി. ഏതായാലും പതിവില്ലാത്ത കാര്യങ്ങൾ ലീഗിൽ സംഭവിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് ലീഗ് നേരിടാൻ പോകുന്നത്? ഇത്തരത്തിലുള്ള എതിർസ്വരങ്ങൾ ലീഗിന് തലവേദനയാകുമോ തുടങ്ങിയ കാര്യങ്ങളാണ് ഔട്ട് ഓഫ് ഫോക്കസ് ചർച്ച ചെയ്യുന്നത്. ദാവൂദ് സാഹിബ്, ലീഗിൻ്റെ പട്ടിക എങ്ങനെ വിലയിരുത്തുന്നു? അതിൽ ഉണ്ടാകുന്ന ഈ അസ്വാരസ്യങ്ങൾ എങ്ങനെയാണ് ലീഗിനെ ബാധിക്കാൻ സാധ്യതയുള്ളത്? ലീഗിൻ്റെ പട്ടിക ഇന്നലെ വന്നപ്പോൾ പൊതുവേ വളരെ ഒരു പോസിറ്റീവ് വൈബാണ് അത് ഉണ്ടാക്കിയത്. മാധ്യമങ്ങൾ പൊതുവേ ആ നിലയ്ക്ക് തന്നെയാണ് അതിനെ കണ്ടതും. എന്ന് പറഞ്ഞാൽ സമയത്ത് പെട്ടെന്ന് തന്നെ പട്ടിക വന്നു. പിന്നെ അത് നല്ലൊരു കോമ്പോസിഷനായിരുന്നു. കാരണം ഒരു പരിണിതപ്രജ്ഞരായിട്ട് ആളുകളുണ്ട്, ചെറുപ്പക്കാരുണ്ട്. ചെറുപ്പക്കാർക്ക് തന്നെ ഏറ്റവും ഉറച്ച മണ്ഡലങ്ങളിൽ ചെറുപ്പക്കാർക്ക് സീറ്റ് കൊടുക്കുന്നുണ്ട്. 2 സ്ത്രീകളുണ്ട്. ആ നിലക്ക് ഒരു വെൽ കമ്പോസ്ഡ് ആയിട്ടുള്ള ഒരു പട്ടിക എന്നുള്ള നിലക്കാണ് അത് പൊതുവെ അത് സ്വീകരിക്കപ്പെട്ടത്. മുനീറിൻ്റെ പേരുണ്ടായില്ല. പക്ഷേ തൊട്ടുടനെ തന്നെ മുനീർ പട്ടികയ്ക്ക് ആ സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടും പാർട്ടിയോട് കൂറ് പ്രഖ്യാപിച്ചുകൊണ്ടും രംഗത്ത് വന്നു. അങ്ങനെ നല്ലൊരു പോസിറ്റീവ് വൈബിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് രാവിലെ പുലർച്ചെയാണ് അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ പോസ്റ്റ് വരുന്നത്. എനിക്ക് 5 മണിക്ക് വേണ്ടിയാണെന്ന് തോന്നുന്നു. അത്താൻ കഴിക്കാൻ വേണ്ടിയിട്ട് സമയത്ത് ഇന്നലെ തങ്ങളെക്കുറിച്ചൊരു ശിഹാബ് തങ്ങളുടെ മഹത്വം പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റ് ഇടുന്നു, പിന്നെ അത് റിമൂവ് ചെയ്യുന്നു. പക്ഷെ ഇന്ന് രാവിലെ പുലർച്ചെ ഇങ്ങനൊരു പോസ്റ്റ് വരുന്നു. ആ പോസ്റ്റ് കൃത്യമായും തിരൂരങ്ങാടിയിലെ സ്ഥാനാർത്ഥിയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. തിരൂരങ്ങാടിയിലെ സ്ഥാനാർത്ഥി സമീർ. അപ്പോൾ സമീറിൻ്റെ സ്ഥാനാർത്ഥിത്വം അതാണിപ്പോൾ വിവാദമായിരിക്കുന്നത്. അപ്പോൾ അതിൽ പരസ്യമായിട്ട് അബ്ദുറഹ്മാൻ രണ്ടത്താണി രംഗത്ത് വരുന്നു. CPM അതിൽ ഹുക്ക് ചെയ്യുന്നു. അപ്പോൾ അവിടെ അജിത് കൊളാടി, തിരുവങ്ങാടി എന്ന് പറഞ്ഞാൽ CPIയുടെ സീറ്റാണ്. CPI വളരെ നേരത്തെ തന്നെ അജിത് കൊളാടിയെ തങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചതാണ്. പക്ഷേ ഇപ്പോൾ കേൾക്കുന്നത് തിരൂരങ്ങാടി വിട്ടുകൊടുക്കാൻ CPI സന്നദ്ധമായെന്നും പകരം വള്ളിക്കുന്നെടുക്കുന്നുവെന്നും തിരൂരങ്ങാടിയിൽ അബ്ദുറഹ്മാൻ രണ്ടത്താണി CPM-ൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് അല്ലെങ്കിൽ LDFൻ്റെ പാനലിൽ അവിടെ വരുന്നു എന്നാണ് കേൾക്കുന്നത്. അതിന് ഫൈനൽ ഇത് വന്നിട്ടില്ല. ഒരു പക്ഷേ ഇന്ന് തന്നെ വന്നേക്കാം. അപ്പോൾ അതിൽ അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ ആ നീക്കം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചത് ഒരു എംബറാസ്മെൻറ്റ് തന്നെയായിരിക്കും. കാരണം അബ്ദുറഹ്മാൻ രണ്ടത്താണിയും മലയാളികൾക്ക് അറിയാം. കാരണം ടെലിവിഷൻ ചർച്ചയിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. നേരത്തെ MLA ആയിരുന്നു താനൂരിൽ, ശേഷം തോൽക്കുന്നു, പിന്നെ പുനലൂരിലേക്ക് പോകുന്നു. അവിടെയും അദ്ദേഹത്തിന് വിജയിക്കാൻ പറ്റിയില്ല. അബ്ദുറഹ്മാൻ രണ്ടത്താണി മലപ്പുറം ജില്ലയിൽ വളരെ സജീവമായി സംഘടനാ പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. സീറ്റ് അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ടാകാം. അങ്ങനെ ആഗ്രഹിക്കുന്നതിൽ തെറ്റുമില്ല. പക്ഷേ ഒരു പാർട്ടിക്കും ആഗ്രഹിക്കുന്ന എല്ലാവർക്കും സീറ്റ് കൊടുക്കാൻ പറ്റില്ല. പാർട്ടിയുടേതായ മാനദണ്ഡങ്ങൾ വെച്ചായിരിക്കും. പക്ഷേ ആ മാനദണ്ഡങ്ങൾ ജനങ്ങൾക്കും ജനങ്ങളെക്കാൾ കൂടുതൽ പ്രാഥമികമായി പാർട്ടി അണികൾക്ക് അത് ബോധ്യപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. സാധാരണഗതിയിൽ ലീഗിൽ പാണക്കാട് തങ്ങളൊരു ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ, സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിൽ പിന്നെ വലിയ രീതിയിൽ തർക്കങ്ങൾ ഉണ്ടാവാറില്ല. ഇതിൽ നോക്കൂ, പക്ഷേ ഒന്ന് അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ ഭാഗത്തു നിന്ന് സമീറിൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഇപ്പുറത്ത് വനിതാ ലീഗിൻ്റെ നേതൃത്വം ഈ വനിതാ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട് പ്രശ്നം ഉന്നയിക്കുകയാണ്. അപ്പോൾ അതിൽ സമീറിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൽ അബ്ദുറഹ്മാൻ രണ്ടത്താണി അതൊരു വിഷയമാക്കി വെക്കുന്നതിൽ അദ്ദേഹത്തിന് ചില ലക്ഷ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ചില ഉന്നങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ സമീറിൻ്റെ പാർട്ടിയിലെ സ്ഥാനം എന്താണ്, ആരാണ് സമീർ എന്നുള്ളതിനെക്കുറിച്ച് പാർട്ടിക്കകത്ത് പാർട്ടി നേതൃത്വത്തിനിടയിൽ തന്നെ ഒരു ഹാഫ് ഹേർട്ടഡാണ്, പൂർണ്ണ ബോധ്യത്തിലല്ല പാർട്ടി നേതൃത്വം തന്നെ. കാരണം സമീറിനെ നമുക്കറിയാം, സമീർ
എനിക്ക് വ്യക്തിപരമായി വളരെ അടുത്തറിയാവുന്ന ആളാണ് നൗഫൽ. നമ്മൾ ഒന്നിച്ച് പഠിച്ചതാണ് ഫാറൂഖ് കോളേജിൽ. ഫാറൂഖ് കോളേജിൽ MSFൻ്റെ ലീഡർഷിപ്പിലുണ്ടായിരുന്നു. UUC ആയിട്ട് വിജയിച്ചു, ചെയർമാനായിട്ട് വിജയിച്ചു. പിന്നെ നമ്മൾ സമീറിൻ്റെ സംഘടനാ പ്രവർത്തന രംഗത്ത് കാണുന്നില്ല. അവൻ പഠനം കമ്പനി സെക്രട്ടറി എന്നുള്ള നിലയിലാണ്, ആ പ്രൊഫഷനിലാണ് നിൽക്കുന്നത്. അതിൽ സ്വന്തമായിട്ട് സ്ഥാപനമുണ്ട്. ഒരു മികച്ച പ്രൊഫഷനിലാണ് ആ മേഖലയിൽ. സമീറിൻ്റെ പിതാവ് ദീർഘകാലം വാഴൂർ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു, ഇസ്മായിൽ സാഹിബ്. വളരെ ജനകീയനായിട്ടുള്ളൊരു നേതാവായിരുന്നു. പക്ഷേ സമീറിനെ സംബന്ധിച്ചിടത്തോളം സംഘടനാ രംഗത്ത് സമീർ ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷമായി സമീറിനെ കാണുന്നു. പെട്ടെന്ന് സംസ്ഥാന കൗൺസിൽ, സംസ്ഥാന സെക്രട്ടേറിയറ്റിലൊക്കെ സമീറിൻ്റെ പേര് കേൾക്കുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ സമീർ എങ്ങനെ എത്തിയെന്ന ചോദ്യം നേതാക്കളിൽ തന്നെ ചിലർ ഉന്നയിക്കുന്നു. പിന്നെ സെക്രട്ടറിയിൽ നിന്ന് മാറ്റി നിർത്തിയതായിട്ട് വാർത്തകൾ വരുന്നു. എന്താണ് സമീർ മുസ്ലിം ലീഗും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ മുസ്ലിം ലീഗിൽ സമീറിൻ്റെ സ്ഥാനം എന്ത് എന്നുള്ളതിനെക്കുറിച്ച് പാർട്ടിക്കകത്ത് അഭിപ്രായ വ്യത്യാസമുള്ള ആളുകളുണ്ട്. പക്ഷേ അതേസമയം സമീറിന് ഉന്നത നേതൃത്വത്തിൻ്റെ ശക്തമായ പിൻബലമുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ സമീർ ഒരു ഫണ്ട് മാനേജറാണ്. കമ്പനി സെക്രട്ടറി എന്നുള്ള നിലയ്ക്കുള്ള പ്രൊഫഷണൽ യോഗ്യതകൾ അത് പാർട്ടിയുടെ ഫണ്ട് മാനേജ്മെൻറ്റിൽ അദ്ദേഹം വിനിയോഗിക്കുന്നുണ്ട്. ആ നിലയിൽ ലീഗ് നേതൃത്വത്തിൽ വലിയ സ്വാധീനമുള്ള രണ്ടാളുകൾ കേരളത്തിലുണ്ട്. പ്രൊഫഷണലായിട്ടുള്ള അവരുടെ കഴിവുകൾ വെച്ച് ലീഗ് നേതൃത്വത്തിൽ സ്വാധീനമുള്ള ഒരാൾ സമീറാണ്, മറ്റൊരാൾ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാനല്ല, നമ്മളെ ഷാ വക്കീൽ, ടെലിവിഷൻ ചർച്ചയിൽ പങ്കെടുത്തു. ഇവർ രണ്ടുപേരുടെയും പ്രത്യേകത എന്ന് വെച്ചാൽ ലീഗ് നേതൃത്വവുമായി ബന്ധപ്പെട്ട സമീർ ഫിനാൻസുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ഒരു ട്രബിൾ ഷൂട്ടറാണ്. അഹമ്മദ് ഷാ എന്താ ചെയ്യുന്നത്, ലീഗൽ കാര്യങ്ങൾ, അഫയേഴ്സ്, പ്രത്യേകിച്ച് ലീഗ് കുഞ്ഞാലിക്കുട്ടിയുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ലീഗൽ അഫയേഴ്സ് കൈകാര്യം മാനേജ് ചെയ്യുന്നത് ഷായാണ്. അപ്പോൾ ഷാ ഇത്തവണ സീറ്റ് പ്രതീക്ഷിച്ചതാണ്. അതിനുവേണ്ടി അദ്ദേഹം പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഷാക്ക് കിട്ടിയില്ല. കിട്ടാത്തതുകൊണ്ട് ഷാ കലാപമൊന്നും ഉയർത്തിയില്ല. ഷാ ഞാൻ മനസ്സിലാക്കുന്നത് പോസ്റ്റ് പോൾ അറേഞ്ച്മെൻറ്റ്, UDF അധികാരത്തിൽ വന്നാൽ സുപ്രധാനമായ സ്ഥാനങ്ങൾ ഷായ്ക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഷാ അതിന് ഡിസേർവ്ഡ് ആണെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അത് നിയമരംഗത്ത് പാർട്ടിക്ക് വേണ്ടി, പാർട്ടി നേതാക്കൾക്ക് വേണ്ടി ധാരാളമായിട്ട് പണിയെടുത്തുകൊണ്ടിരുന്ന ഒരാളാണ്. ഇതേപോലെ സാമ്പത്തിക രംഗത്തുള്ള കുരുക്കുകൾ അഴിക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഒരു ട്രബിൾ ഷൂട്ടർ എന്നുള്ള നിലയ്ക്ക് ലീഗ് നേതാക്കന്മാർ, പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടി ഉപയോഗപ്പെടുത്തിയിരുന്ന ഒരാളാണ് സമീർ. ചന്ദ്രികയുടെ ഫണ്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ED കേസൊക്കെ വന്ന സംഭവം ഓർമ്മയുണ്ടല്ലോ. ED കേസ് എന്ന് പറയുമ്പോൾ പാണക്കാട് ഹൈദരലി തങ്ങളെ ED ചോദ്യം ചെയ്ത അസാധാരണമായ സംഭവം ഉണ്ടായി. അതിനുശേഷം തങ്ങളുടെ മകൻ മൊയ്ൻ അലി തങ്ങൾ ഒരു പത്രസമ്മേളനം നടത്തി, ഓർമ്മയുണ്ടോ? ലീഗ് ഹൗസിൽ വെച്ച് തന്നെ പത്രസമ്മേളനം നടത്തി. അപ്പോൾ അതിലൊക്കെ പോയിൻറ്റുകൾ വിരൽ ചൂണ്ടപ്പെടുന്ന ആരിലേക്കാണ്? സമീറിലേക്കാണ്. അപ്പോൾ സമീറിൻ്റെ ചന്ദ്രികയുടെ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സമീർ നോക്കുന്നു. പിന്നെ ചന്ദ്രികയുടെ ഫിനാൻസ് സെക്രട്ടറിയോ മാനേജറോ എന്തോ ആയിട്ട് സമീറിൻ്റെ പേര് കേൾക്കുന്നു. അപ്പോൾ സാധാരണഗതിയിലുള്ള സംഘടനാ പ്രവർത്തന പരിചയം സമീറിനില്ല. ഈ ഫാറൂഖ് കോളേജിലെ MSFൻ്റെ ഇത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ. പക്ഷേ വളരെ പൊടുന്നനെ ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വത്തിൽ ഏറ്റവും സ്വാധീനമുള്ള, ലീഗിൻ്റെ ഫണ്ട് മാനേജ്മെൻറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്രമാദിത്വമുള്ള ഒരു വോയിസായിട്ട്, ഒരാളായിട്ട് സമീർ മാറുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലീഗിൻ്റെ സംഘടനാ ശരീരത്തിൽ ഈവൻ ഒരു ടോപ്പ് ലെവൽ ലീഡർഷിപ്പിലും മിഡിൽ ലീഡർഷിപ്പിൽ പോലും സമീർ അപരിചിതനാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ പാണക്കാട് തങ്ങൾക്കും കുഞ്ഞാലിക്കുട്ടിക്കും വളരെ വേണ്ടപ്പെട്ടവനാണ്. ആ നിലക്ക് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് സമീറിന് സുരക്ഷിതമായൊരു സീറ്റ് നൽകുക എന്നുള്ളത് ലീഗിൻ്റെ ഉന്നത നേതൃത്വത്തിന്, ഞാൻ പറയുന്നത് പാണക്കാട് തങ്ങളുടെയും കുഞ്ഞാലിക്കുട്ടിയുടെയും അവർ രണ്ടുപേരുടെയും താല്പര്യം ഒത്തുവരുന്ന ഒരു പോയിൻ്റാണത്. അതുകൊണ്ടായിരിക്കാം തിരൂരങ്ങാടി പോലെ വിജയസാധ്യതയുള്ള മുസ്ലിം ലീഗ് എല്ലാ കാലത്തും വിജയിച്ചിട്ടുള്ള ഒരു സീറ്റ് അവന് കൊടുത്തത്. സമീറിന് ആ സീറ്റ് കൊടുക്കാൻ വേണ്ടി മറ്റു പല സീറ്റുകളിലും ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റുകൾ, റീഅറേഞ്ച്മെൻറ്റുകൾ പോലും നടത്തേണ്ടി വന്നിട്ടുണ്ട്. ഒരുപക്ഷേ കൊണ്ടോട്ടി കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അതെ കൊണ്ടോട്ടിയായിരിക്കും അവർ കൊടുക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവുക. പക്ഷേ അതിൽ ചില പ്രശ്നങ്ങൾ കാണുന്നതുകൊണ്ട് തിരൂരങ്ങാടി വെക്കുമ്പോൾ മറ്റു പലരെയും വേറൊരാൾ അവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റേണ്ടിയിരുന്നു, അപ്പോൾ മറ്റൊരാൾ മാറ്റേണ്ടി, ഇങ്ങനെയുള്ള കുറേ റീഅറേഞ്ച്മെൻറ്റുകൾ വരുത്തിയിട്ടാണ് വളരെ പ്രയാസപ്പെട്ടിട്ടാണ് സുരക്ഷിതമായൊരു സീറ്റ് സമീറിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സമീറിൻ്റെ സ്ഥാനാർത്ഥിത്വം ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ പാർട്ടിക്ക് അകത്തു നിന്ന് തന്നെ പിന്തുണ കിട്ടുമെന്ന് ആര് വിചാരിക്കുന്നുണ്ട്? രണ്ടത്താണ് വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം അത് പരസ്യമായിട്ട് പറഞ്ഞത്. ഖലീഫയെ പോലും വിമർശിച്ച പാരമ്പര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പോസ്റ്റ് തുടങ്ങുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും CPM അത് ഹുക്ക് ചെയ്യുന്നു. വളരെ പെട്ടെന്നത് സന്ദേശവാഹനം വിടുന്നു, സംസാരിക്കുന്നു. അത് ഏതാണ്ട് ധാരണയിലെത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ രണ്ടത്താണിയെ സംബന്ധിച്ചിടത്തോളം CPMൻ്റെ പിന്തുണ തിരൂരങ്ങാടിയിൽ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ
2011 തെരഞ്ഞെടുപ്പിൽ 30,000 അവിടെ ലീഗിൻ്റെ ഭൂരിപക്ഷം അബ്ദുറബ്ബിന്. അന്ന് CPIയുടെ സമതാണ് സ്ഥാനാർത്ഥിയായത്. 2016 നിയാസ് പുളിക്കലകത്ത് വരുന്നു CPIയുടെ സ്വതന്ത്രനായിട്ട്. അവിടുത്തെ ഒരു വ്യാപാര രംഗത്തൊക്കെ ശ്രദ്ധേയനായിട്ടുള്ള ഒരാളാണ്. നിയാസ് ഗംഭീരമായ മത്സരമാണ്. 6,000 ആയിട്ട് ഭൂരിപക്ഷം കുറയും. 30,000 നിന്ന് 6,000 ആയിട്ട് ഭൂരിപക്ഷം കുറയുന്നു. 2021 മജീദാണ്, KPA മജീദാണ് സ്ഥാനാർത്ഥി. നിയാസ് തന്നെയാണ് അപ്പുറത്ത്. പക്ഷേ മജീദ് ഭൂരിപക്ഷം ഇച്ചിരി കൂട്ടുന്നുണ്ട്, 8,000 ഭൂരിപക്ഷമുണ്ട്. എന്ന് പറഞ്ഞാൽ തിരുവങ്ങാടിയിൽ LDF അവരുടെ വോട്ട് ഷെയറും വോട്ടും ക്രമപ്രവൃത്തമായി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ്. എന്ന് പറഞ്ഞാൽ LDFന് ഒരിക്കലും ഓർക്കണം, അബ്ദുറബ്ബ് മത്സരിക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ 2 സന്ദർഭത്തിൽ നിയാസ് ലീഡ് ചെയ്തിട്ടുണ്ട് കൗണ്ടിങ്ങിനിടയിൽ. എന്ന് പറഞ്ഞാൽ LDFന് തീരെ സാധ്യതയില്ലാത്ത മലപ്പുറത്തെ സാധാരണ ലീഗ് മണ്ഡലങ്ങളെ പോലെയുള്ള ഒരു മണ്ഡലമല്ല ഇപ്പോൾ തിരുവങ്ങാടി. ഒന്ന് പിടിച്ചാൽ പോരും എന്ന് വേണമെങ്കിൽ LDFന് ആത്മവിശ്വാസം കൊള്ളാൻ പറ്റാവുന്ന തരത്തിൽ ആ മണ്ഡലത്തിൻ്റെ ഇത് മാറിയിട്ടുണ്ട്. AK ആൻ്റണിയുടെ പഴയ മണ്ഡലം. AK ആൻ്റണി വിജയിപ്പിച്ച മണ്ഡലമാണത്. അപ്പോൾ അവിടെ അബ്ദുറഹ്മാൻ രണ്ടത്താണ് ലീഗുകാർക്കിടയിൽ സ്വീകാര്യനായിട്ടുള്ള ഒരാളാണ്. പക്ഷേ ലീഗുകാരുടെ ഒരു പൊതുവായൊരു മാനസികാവസ്ഥയുണ്ട്. ഒരാൾ വിമതനായി വന്നു കഴിഞ്ഞാൽ വെച്ചേക്കില്ല. അത് ഉശിര് കൂടും. അത് ചിലപ്പം പണിയാവുകയും ചെയ്യും. പക്ഷേ രണ്ടത്താണ് വിചാരിക്കുന്നുണ്ടാവുക ഇതായിരിക്കും, സമീറിനെതിരായിട്ടുള്ള വികാരം പാർട്ടിക്കകത്ത് നിന്ന് തനിക്ക് വോട്ട് കിട്ടും എന്ന് രണ്ടത്താണ് വിചാരിക്കുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും തങ്ങളുടെ ഒരു തീരുമാനത്തെ എതിർത്തുകൊണ്ട് മലപ്പുറം ജില്ലയിൽ നിന്ന് പരസ്യമായിട്ട് രംഗത്ത് വരിക എന്നൊക്കെ അപൂർവമായിട്ട് സംഭവിക്കുന്നൊരു കാര്യമാണ്. അത് കുറേ സംഭവങ്ങളുണ്ട്. ഇപ്പം ഗോവിന്ദമാഷ് എതിർത്തിട്ട് അതെ ജില്ലാ സെക്രട്ടറി അവിടുത്തെ തങ്ങളെ വരുന്നുണ്ട്. അപ്പോൾ അത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു പ്രയാസം തന്നെയാണ്. പക്ഷേ ലീഗ് അണികൾ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഈ ഇതായിരിക്കും സ്ക്രൂകളൊക്കെ ഇത് മുറുക്കുന്നതെങ്കിൽ ഒരു പക്ഷേ കൂടുതൽ ആവേശഭരിതരായി ഒരു പക്ഷേ ലീഗ് രംഗത്ത് വരിക അങ്ങനെയും സംഭവിച്ചേക്കാം. എനിവേ അതൊരു വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിസ്മയമായിട്ട് മാറിയിരിക്കുകയാണ്. വനിതാ ലീഗ് ഉയർത്തുന്ന വിമതസ്വരാതും പ്രത്യേകിച്ച് ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നൂർബിന റഷീദിനെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നതിൽ കാര്യമുണ്ട്. വനിതാ ലീഗ് എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ഇവിടെ ഉണ്ടല്ലോ. 2 വനിതകൾക്ക് സ്ഥാനാർത്ഥിത്വം കൊടുത്തു. പക്ഷേ അവർ രണ്ടുപേരും വനിതാ ലീഗിൻ്റെ പ്രതിനിധികളല്ല. അപ്പോൾ ഞങ്ങളിവിടെ ഇരിക്കുമ്പോൾ നിങ്ങളതിൽ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം എന്ന് പറഞ്ഞിട്ട് ആർക്കോ കൊണ്ടുപോയി കൊടുക്കുന്നില്ല, എന്താ കാര്യം എന്നാണ് അവർ ചോദിക്കുന്നത്. പക്ഷേ അവർ ചോദിക്കുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ ലീഗിൻ്റെ സിറ്റിംഗ് സീറ്റിൽ മത്സരിച്ച് തോറ്റതാണ് അവർ. അപ്പോൾ ആ നിലക്കുള്ള ഒരു പ്രശ്നം, ഒരു ക്ലെയിമിൻ്റെ ഒരു പ്രശ്നം അവർക്കുണ്ട്. ഇപ്പോൾ ഫാത്തിമ തഹ്ലിയാണ് ഒരു സ്ഥാനാർത്ഥി പേരാമ്പ്രയിൽ. ഫാത്തിമ തഹ്ലിയ നോക്കൂ, സംഘടനക്കകത്ത് വലിയ പ്രശ്നങ്ങളുണ്ടാക്കിയ ആളാണ്. ഈ ഹരിത വിവാദവുമായി ബന്ധപ്പെട്ട് വനിതാ ലീഗിൽ അവരില്ല, ഹരിതയിലാണ് ഉണ്ടായിരുന്നത്. ഹരിത തന്നെ പിരിച്ചു വിടുകയാണ് ചെയ്തത്. പക്ഷെ അതേസമയം പാർട്ടി പരിപാടികളിൽ സജീവ സാന്നിധ്യമാണ്. ടെലിവിഷൻ ചർച്ചകളുണ്ട്, റീലുകളിൽ വളരെ സജീവമാണ്. ജനങ്ങൾ അപ്പീൽ ചെയ്യാനുള്ള കഴിവും അവർക്കുണ്ട്. പക്ഷേ പേരാമ്പ്ര എന്ന് പറയുന്ന മണ്ഡലം TP രാമകൃഷ്ണനാണ്, LDFൻ്റെ കൺവീനറാണ്. TP രാമകൃഷ്ണൻ മണ്ഡലത്തിൽ വലിയ ബന്ധം, ആ മണ്ഡലക്കാരൻ തന്നെയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ കരിയർ നല്ല രസമാണ്. ബ്രാഞ്ച് സെക്രട്ടറി, ലോക്കൽ സെക്രട്ടറി, ഏരിയ സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി, ഇങ്ങനെ പാർട്ടിയുടെ അങ്ങനെ പ്രവർത്തിച്ച ഒരാൾ അപൂർവമായിരിക്കും. ഈ സ്ഥാനങ്ങളിലെല്ലാം ധാരാളം കാലം വളരെയധികം സമയം പ്രവർത്തിച്ച ഒരു മനുഷ്യനാണ്. പിന്നെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് വന്നു. അപ്പോൾ ആ മണ്ഡലത്തിൽ ഓരോ മുക്കും മൂലയും അറിയാവുന്ന, എല്ലായിടത്തും എത്തുന്ന, എല്ലാവരുമായിട്ടും ബന്ധങ്ങളുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. അതേസമയം അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങളുണ്ട്. പക്ഷേ പേരാമ്പ്ര കഴിഞ്ഞ ലോക്സഭാ മണ്ഡലത്തിൽ പേരാമ്പ്ര സെഗ്മെൻറ്റിൽ UDFനാണ് മുൻകൈ. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും UDFനാണ് അപ്പർ ഹാൻഡ്. എന്ന് പറഞ്ഞാൽ നൊച്ചാട് പോലെയുള്ള CPMൻ്റെ മോസ്കോ എന്ന് പറയാവുന്ന പ്രദേശങ്ങൾ, ആ മണ്ഡലത്തിൽ അവിടെ വരെ എൻ്റെ വൈഫ് ഹൗസ് നിൽക്കുന്ന മണ്ഡലം കൂടിയാണത്. അവിടെയൊക്കെ വലിയ തിരിച്ചടി CPMനുണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മണ്ഡലത്തിൽ തഹ്ലിയെപ്പോലെ യങ്സ്റ്റേഴ്സിന്, ചെറുപ്പക്കാരെ ആകർഷിക്കാൻ പറ്റുന്ന ഒരാളെ വെക്കുക എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ മുസ്ലിം ലീഗ് ആലോചിച്ചിട്ടുണ്ടാവും. പക്ഷേ അവിടെ TT ഇസ്മായിൽ എന്ന് പറയുന്ന നേതാവുണ്ട്, വളരെ ശ്രദ്ധേയനായിട്ടുള്ള. അദ്ദേഹം ആ സീറ്റ് പ്രതീക്ഷിച്ചതാണ്. കേരയിൽ സമരത്തിലൊക്കെ ഉണ്ടായിരുന്നു. അല്ല, TT ഇസ്മായിൽ MSFന് സംസ്ഥാന നേതൃത്വത്തിലുണ്ടായിരുന്നു. പ്രവർത്തകർക്കിടയിൽ തന്നെ സ്വീകാര്യനായിട്ടുള്ള വളരെ ജനകീയനായ നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആ സീറ്റ് കൊടുക്കാത്തതിൽ അതൃപ്തി അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ക്യാമ്പിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾക്കിടയിലുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് അങ്ങനെ വരുമ്പോൾ തഹ്ലിയെ സംബന്ധിച്ചത് വളരെ ചലഞ്ചിങ് ആണ്. കാരണം TP രാമകൃഷ്ണനെ പോലത്തെ ഒരു സംസ്ഥാന നേതാവിനോടാണ് മത്സരിക്കുന്നത്. പാർട്ടിക്കകത്തു നിന്ന് ഇങ്ങനൊരു വിമതസ്വരം അല്ലെങ്കിൽ ഭിന്നസ്വരം ഉയർന്നു. അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുണ്ട്. പക്ഷേ വനിതാ ലീഗ് നേതൃത്വം മുന്നോട്ട് വെക്കുന്ന ആ അഭിപ്രായ വ്യത്യാസം, അത് വലിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
വനിതാ ലീഗിന് പ്രതിനിധികൾ ഉണ്ടായില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷേ അതിന് മാത്രം വനിതാ ലീഗ് എന്ത് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ തവണ നിങ്ങൾക്ക് തന്നല്ലോ, നിങ്ങൾ എങ്ങനെയായിരുന്നു നിങ്ങളുടെ പെർഫോമൻസ് എന്ന ചോദ്യമാണ് വരുന്നത്. പക്ഷേ എനിവേ ഇന്നലെ ഉണ്ടായിരുന്ന മുസ്ലിം ലീഗിനുണ്ടായിരുന്ന ആ ലിസ്റ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്ന ഒരു പോസിറ്റീവ് വൈബ് അത് ഇന്നത്തോടുകൂടി നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഇതിൽ സംഭവിച്ചത്. ലീഗിൽ അതൃപ്തരുടെ എണ്ണം കൂടുകയാണ്. അത് നേതാക്കളുടെ ഭാഗത്താണ്. പക്ഷേ അത് അണികളിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യതയുണ്ടോ? അത് ലീഗിൻ്റെ ഈ സ്ഥാനാർത്ഥി നിർണ്ണയ പ്രൊസീജിയർ ഉണ്ടല്ലോ, ആ പ്രൊസീജിയർ ഒന്ന് സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിനേക്കാൾ സമ്മർദ്ദവും കോൺഗ്രസിനേക്കാൾ പ്രശ്നവുമുള്ളൊരു പ്രക്രിയയാണെന്ന് തോന്നും. കാരണം വെച്ചാൽ പലതരത്തിലുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് അതിനുണ്ട്. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പാർട്ടി ഒരുപാട് ഘടകങ്ങൾ പരിഗണിച്ചാണ് സ്ഥാനാർത്ഥികൾ നിർത്തുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പോൾ CPM-ലേതുപോലെ കീഴ്ഘടകങ്ങളിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ പോയി മേൽഘടകം തീരുമാനിക്കും. അങ്ങനെയൊന്നുമല്ല. വെർട്ടിക്കലും ഹൊറിസോണ്ടലും ആയിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ അതിൻ്റെ തീരുമാനത്തെ സ്വാധീനം. ഈവൻ ഇന്ന് KMCC-യുടെ ഒരു നേതാവിട്ടാണ് റഹ്മാൻ പുത്തൂരോ ഒരു പോസ്റ്റ് ഇട്ടു, പുത്തൂർ റഹ്മാൻ. അദ്ദേഹം പോസ്റ്റ് ഇട്ടു KMCC-ക്ക് പ്രാതിനിധ്യം ലഭിച്ചിട്ടില്ല. സാധാരണ പരിഗണിക്കാറുണ്ട്. ഇത്തവണ അങ്ങനെ പരിഗണിച്ചിട്ടില്ല എന്ന് പറയുന്നു. രാജ്യത്തെ അതിർത്തികളിൽ സംരക്ഷിക്കുന്ന സൈനികർക്ക് രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പറ്റാത്ത പോലെയാണ് KMCC-ക്ക് ഇടപെടാൻ പറ്റാത്തത്. കാരണം വെച്ചാൽ KMCC അവഗണിക്കാൻ പറ്റില്ല, ഒരു കാരണവശാലും അവഗണിക്കാൻ പറ്റില്ല. കാരണം ലീഗിൻ്റെ നട്ടല് എന്ന് പറയുന്നത് അതാണ്. സാമ്പത്തികമായി രാജ്യം അതിലൊരു സംഗതി അറിയും. പാറക്കൽ അബ്ദുള്ള ആക്ച്വലി വരുന്നത് KMCC-യുടെ കോട്ടയിലാണ്. അപ്പോൾ പാറക്കൽ അബ്ദുള്ള ഓൾറെഡി കേരളത്തിലെ നേതാവായി. ഇനിയിപ്പോൾ KMCC പറയാൻ പറ്റില്ല. ഇപ്പോൾ പുതിയ ആളെ വേണമെന്നായിരിക്കും അവർ പറഞ്ഞത്. ഇതാണ് സഫാരി സൈനുലാബ്ദീൻ എന്നൊരു പേര് നേരത്തെ ഉയർന്നു. അപ്പോൾ സഫാരി സൈനുലാബ്ദീന് കൂത്തുപറമ്പിലാണ് സീറ്റ് കണ്ടുവച്ചത്. പക്ഷെ അവിടെ കൂത്തുപറമ്പിൽ നിന്നുള്ള അവിടുത്തെ ഗ്രൗണ്ട് റിപ്പോർട്ട് എന്നാണ് അവിടെ ഒരു നോൺ മുസ്ലിം കാൻഡിഡേറ്റ് വേണമെന്നാണ് അവർ തങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട്. അപ്പോൾ ജയന്തി രാജൻ എന്ന് പറയുന്ന അവരുടെ ദേശീയ നേതാവിനോട് കൊണ്ടുപോയി മത്സരിപ്പിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പലവിധ ഘടകങ്ങളാണ് ഇതിൽ പരിഗണിക്കുന്നത്. ഇപ്പോൾ സമീറിൻ്റെ കാര്യം എടുത്തതുപോലെ തന്നെ അതിൽ പരിഗണിക്കപ്പെട്ട വേറെ താല്പര്യങ്ങളാണ്, നേതൃത്വത്തിൻ്റെ താല്പര്യങ്ങളാണ്. അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ പരിഗണിച്ച് ഒരുപാട് പേരെ കൺസൾട്ട് ചെയ്തൊക്കെയാണ് ഇത് തീരുമാനിക്കുന്നത്. പക്ഷേ സാധാരണ രീതിയിൽ ലീഗിൽ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയ ദാവൂദ് സാഹിബ് പറഞ്ഞ പോലെ എതിർ ശബ്ദങ്ങൾ അങ്ങനെ വരാറില്ല. പക്ഷേ ഇത്തവണ വരുന്നു എന്നുള്ളതാണ് പ്രശ്നം. അത് ഈ സമീറിൻ്റെ കാര്യത്തിൽ മാത്രമാണ് വരുന്നത്. മറ്റേലും അത്ര ഈ നൂർബിനാർ റഷീദിൻ്റെ വിമതസ്വരം അത്ര അങ്ങനെ പരിഗണിക്കപ്പെട്ടില്ല. പിന്നെ അബ്ദുറഹ്മാൻ എണ്ടത്താണിയാണ്. പക്ഷെ അബ്ദുറഹ്മാൻ എണ്ടത്താണിക്ക് സാധ്യതയില്ല എന്നല്ല പറയുന്നത്. അബ്ദുറഹ്മാൻ എണ്ടത്താണിക്കും ജനകീയ ബന്ധമുള്ള നേതാവാണ്. അദ്ദേഹം ദീർഘകാലം ലീഗിൻ്റെ സംഘടനയിലും പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം ജനപ്രതിനിധിയായിട്ടുണ്ട്. അങ്ങനെ പല രീതിയിൽ അദ്ദേഹത്തിന് ബന്ധങ്ങളുണ്ട്. പക്ഷേ പൊതുവെ നോക്കുമ്പോൾ ഈ സ്ഥാനാർത്ഥി ലിസ്റ്റ് സന്തുലിതമാണെന്ന് പറയാൻ കഴിയും. കാരണം വെച്ചാൽ MSF-ൻ്റെ നേതാവിന് സീറ്റ് കിട്ടുന്നു, PK നവാസിന് കിട്ടുന്നു, TP അഷ്റഫിലേക്ക് സീറ്റ് ലഭിക്കുന്നു, ഫാത്തിമ തൈലിക്ക് ലഭിക്കുന്നു. വനിതാ പ്രാതിനിധ്യം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ 2 വനിതകൾ ഉണ്ട് എന്ന് പറയാൻ കഴിയുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഒരു സന്തുലിതമായ ലിസ്റ്റ്. തെരഞ്ഞെടുപ്പിലും സാധ്യതാ പട്ടികയിലുള്ള ഫൈസൽ ബാബുവിന് കിട്ടുന്നു. ഫൈസൽ ബാബു എത്രയോ നാളായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന പേരാണ്. ഫൈസൽ ബാബുവിന് സീറ്റ് കിട്ടുന്നു. അങ്ങനെ ഒരു സന്തുലിതമായ സീറ്റാണ്. ഇനി രസം എന്ന് വെച്ചാൽ ഇനി 2 സീറ്റിലൂടെ ലീഗിന് അതിലും പ്രധാനമാണ് തിരുവമ്പാടി വിട്ടുകൊടുക്കാതെ പിടിച്ചു വയ്ക്കുന്നു. ഇനി രസം എന്ന് വെച്ചാൽ 2 സീറ്റിലൂടെ ലീഗിന് സ്ഥാനാർത്ഥികൾ നിർത്താനുണ്ട്. ഒന്ന് പുനലൂരും ചേലക്കരയും. അതിൽ രസം എന്താണെന്ന് വെച്ചാൽ പുനലൂര് ലീഗില്ലാത്ത സ്ഥലമാണ്, മുസ്ലിം ലീഗേ ഇല്ല. അവിടെ മുസ്ലിം ലീഗിന് സംഘടനയില്ലാത്തൊരു സ്ഥലമാണ് പുനലൂർ. ചേലക്കര സംഘടന ഉണ്ടാകും, പക്ഷേ ചേലക്കരയിൽ അതിന് പറ്റിയൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തണം. അപ്പോൾ ഒന്ന് ചേലക്കര SC മണ്ഡലമാണ്, പുനലൂർ ഒരു തരത്തിൽ സാധ്യതയില്ലാത്ത ഒരു മണ്ഡലമാണ്. അപ്പോൾ ഇപ്പോൾ കേൾക്കുന്ന രസം എന്താണെന്ന് വെച്ചാൽ പുനലൂർ കോൺഗ്രസ് ആ സീറ്റ് വേണമെന്നാവശ്യപ്പെട്ടൊരു സീറ്റാണ്. അപ്പോൾ ആ സീറ്റ് വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് പുനലൂർ ഒരു കോൺഗ്രസ്സുകാരനെ UDF സ്വതന്ത്രമായിട്ട് മത്സരിപ്പിക്കാൻ പോകാം. അങ്ങനെ ഒരു ചർച്ചയിലേക്കാണ് ഇപ്പോൾ വരുന്നത്. നമ്മൾ നേരത്തെ കുന്നമംഗലത്ത് അങ്ങനെ ഉണ്ടായല്ലോ. കുന്നമംഗലത്ത് ഒരു സീറ്റിൽ കോൺഗ്രസ്സുകാരെ UDF സ്വതന്ത്രമായിട്ട് മത്സരിക്കും. അതുപോലെ തന്നെ പുനലൂർ സീറ്റിൽ അങ്ങനെ വരാൻ പോവാണ്. ചേലക്കരയിൽ നിന്ന് അവിടുത്തെ പ്രാദേശികമായി നിർദ്ദേശിക്കപ്പെടുന്നെങ്കിലും പേരുകൾ പരിഗണിക്കപ്പെട്ടേക്കാം. പക്ഷെ അവിടെ കൂടുതൽ ഇപ്പോഴും കേൾക്കുന്നത് കോൺഗ്രസിൻ്റെ ഒരാളെ എടുത്തിട്ട് UDF സ്വതന്ത്രനാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ഇപ്പോൾ ഈ കോങ്ങാട് സീറ്റ് വെച്ച് മാറുക, പട്ടാമ്പി സീറ്റ് വെച്ച് മാറുക, തിരുവമ്പാടി വെച്ച് മാറുക, ഇങ്ങനെ കുറേ ചർച്ചകൾ കോൺഗ്രസുമായിട്ട് നടന്നല്ലോ. ഈ ചർച്ചകളിൽ യഥാർത്ഥത്തിൽ അത് മുന്നോട്ട് പോയിട്ടില്ല ഒട്ടും. ലീഗും കോൺഗ്രസും തമ്മിൽ ചർച്ച തീരെ മുന്നോട്ട് പോയിട്ടില്ല. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രതിസന്ധികൾ ലീഗിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തെയും ബാധിച്ചിട്ടുണ്ട്. പല നിലയ്ക്ക് ബാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നം കൂടിയാണ് ലീഗ് ഇപ്പോൾ നേരിടുന്നത്. യഥാർത്ഥത്തിൽ ലീഗിൻ്റെ പ്രശ്നമായിട്ട് തന്നെ കാണേണ്ടതില്ല. ലീഗ് കോൺഗ്രസ് സീറ്റ് വെച്ച് മാറൽ ചർച്ചയിലുണ്ടായിട്ടുള്ള പ്രതിസന്ധികളാണ് ലീഗിൻ്റെ പട്ടികയിൽ ചെറുതല്ല അത്തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ കാരണം കൂടി വായിക്കാൻ പറ്റും നമുക്ക്. പക്ഷേ പൊതുവെ നോക്കുമ്പോൾ പൊതുവെ സ്വീകാര്യമായൊരു പട്ടികയാണ്. ജയസാധ്യത എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഈ ഷുവർ സീറ്റുകളല്ലാത്ത സീറ്റുകൾ അത് പിടിച്ചെടുക്കാൻ യുവാക്കളെയാണ് നിയമിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്.
ഒന്ന് താനൂർ ഇപ്പോൾ ഓൾറെഡി സിറ്റിംഗ് സീറ്റല്ല, അത് പിടിക്കാൻ പി കെ നവാസിനെ ഏൽപ്പിക്കുന്നു. അതേസമയം ഷുവർ അല്ലാത്ത സീറ്റുകൾ നേരത്തെ പിടിച്ചെടുത്ത് പരിചയമുള്ള കെ എം ഷാജിയെ ഷുവർ സീറ്റിൽ കൊണ്ടുപോയി മത്സരിപ്പിക്കുന്നു. പേരാമ്പ്ര പോലൊരു ഡൈഹാർഡ് ഫൈറ്റ് നടക്കേണ്ട ഒരു സ്ഥലത്ത് ഫാത്തിമ തെഹ്ലിയെ ഏൽപ്പിക്കുന്നു. അത് പിടിച്ചെടുത്താൽ അവർക്ക് കുറച്ചുകൂടി ക്രെഡിറ്റ് ആണ്. പക്ഷെ അങ്ങനെ ഒരു ഡിസഡ്വാൻറ്റേജ് ആ പട്ടികയിലുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതർവൈസ് അതൊരു സന്തുലിതമായ പട്ടികയായിട്ടാണ് എനിക്ക് തോന്നുന്നത്.